മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്തോന്നും പാറു, ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ, പോത്തുവല്ലേ വളർന്നില്ലേ പാറു, കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ? അല്ലെങ്കിൽ എന്തോന്നാണ് ചെയ്തോണ്ടിരിക്കണെന്ന് അറ്റ്ലീസ്റ്റ് ചോദിക്കണം. അമ്മ എന്തിനാ എന്നെ തള്ളി മാറ്റിയേ? പിന്നെ ഞാൻ പിടിച്ചു വെച്ചോണ്ടിരിക്കണമായിരുന്നാ? അല്ല, എന്ത് തുറച്ചു നോക്കണ? വലിയ ആളായി പോയെന്നാണോ വിചാരം? അതങ്ങനെയാണോ പറയാ പറഞ്ഞത്? ഞാൻ വലിയ ആളൊന്നും ആയിട്ടില്ല, ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ. പക്ഷെ പ്രവൃത്തിയും വർത്താനവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നിങ്ങളുടെ വർത്താനം കേട്ടല്ലേ ഞാൻ പഠിക്കുന്നേ. തർക്കുത്തനം പറയണ്ട പാറു, വരെ വരെ നിനക്ക് യാതൊരു ബഹുമാനവും ഇല്ല. അമ്മായിക്ക് ആരടുത്തും ബഹുമാനം ഇല്ല. അമ്മായി ആരടുത്തും ബഹുമാനിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെ ഈ വർത്താനം മാത്രമേ ഉള്ളൂ. വർത്താനത്തിലല്ല ബഹുമാനം വരേണ്ടത്, പ്രവൃത്തിയിലാണ്. കാര്യം പറയാതിരിക്കുന്നേ നല്ലത്. എന്തോന്ന് പറഞ്ഞ? എന്തോന്ന് വെറുതെടുത്തോണ്ട് പോണ നീ? കുറച്ച് സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുമ്പം കൂടുതൽ സ്വാതന്ത്ര്യം അങ്ങ് എടുക്കല്ലേ. അതെ, നീ വളർന്നു വരെയാണ്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യണ രീതി വേറെ ആയിരിക്കും. അമ്മ, എനിക്ക് കൈ വേദനിക്കുന്ന വീട്. അത്രയ്ക്ക് ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, സോഫ്റ്റ് ആയിട്ടാണ് പിടിച്ചേക്കണം, മനസ്സിലായ? കൈന്ന് വിട്. എന്ത്? ഇപ്പം പറയാൻ വരുമായിരിക്കും, അമ്മായി വലിഞ്ഞേറി വന്നാണ്, കൂടുതൽ സ്വാതന്ത്ര്യം ഒന്നും എടുക്കണ്ട, ഇതൊക്കെയല്ലേ പറയാൻ പറഞ്ഞ്. അമ്മായി, ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമൊന്നും പറയല്ലേ. അമ്മായിക്ക് ഇപ്പൊ എന്റെ അടുത്ത് യാതൊരു സ്നേഹവും ഇല്ല. അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? എനിക്ക് നിന്റെ അടുത്ത് നല്ല സ്നേഹമുണ്ട്. പക്ഷേ നീ വലിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയല്ലെന്നുള്ള ഒരു ബോധം വേണം നിനക്ക്. ഇപ്പൊ വലിയ കുട്ടിയാണെന്നാണല്ലോ പറയുന്നത്. പാറുവേ, ഈ വർത്താനം മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. ഇത്രയും നാള് ഞാൻ ഇങ്ങനെ തന്നെയല്ലേ സംസാരിച്ചേ? അത് മാറ്റണം. എന്നിട്ട് വേറെ ആരുടെ സ്വഭാവം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പാറുവേ, രാവിലെ തന്നെ എന്റെ ടെമ്പർ തെറ്റിക്കാൻ നീ പോയാണ്. ഞാൻ വരുന്നില്ല പോരെ? അതുകൊണ്ടായിരിക്കും എന്റെ പെടലി വന്ന് കയറിയത്. അമ്മായിക്ക് എന്നെ പിടിക്കുന്നില്ല, ചേച്ചിയെ കെട്ടി പിടിച്ചോണ്ടിരുന്നോ? ശരി തന്നെ, എനിക്ക് നിന്നെ പിടിക്കണില്ല. കാരണം നിന്റെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഒരു മാറ്റവും ഇല്ല. കൊച്ചുകുട്ടികളെ പോലെയൊന്നും അല്ല നീ ബിഹേവ് ചെയ്യണം. നിങ്ങളൊക്കെ വളർന്നു വന്ന് വലിയ പെരുമാറ്റക്കാരായല്ലോ. കണ്ടോ, എല്ലാ സാധനവും കാശ് കൊടുത്ത് മേടിക്കും, എന്നിട്ട് നശിപ്പിച്ചും കളയും, എന്നിട്ട് പിന്നെയും പറയും ഇല്ല ഇല്ല എന്ന്, എന്നിട്ട് വീണ്ടും പോയി മേടിക്കും. എന്തോ പറയാനാ. എന്താ മാഡം മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? കടന്തലും വല്ലതും കുത്തിയാ? ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും പറയുമ്പോ അപ്പൊ തന്നെ വഴക്കുറയല്ലേ. കുഞ്ഞിനെ ഇപ്പൊ ആരാ വഴക്ക് പറഞ്ഞേ? ചുമ്മാ ആരെങ്കിലും വഴക്ക് പറയുവോ? ഇപ്പൊ ചുമ്മാ അല്ലേ എല്ലാരും എന്നെ വഴക്ക് പറയുന്നത്. ഞാൻ കൊച്ചായി തന്നെ ഇരുന്നാ മതിയായിരുന്നു, വലുതാവണ്ട. മക്കൾ ഇപ്പോഴും കുഞ്ഞു കുട്ടിയല്ലേ, നമ്മുടെ കൊച്ചാ മോള്. എല്ലാരും പറയുന്ന കേട്ടാ എനിക്ക് 50 വയസ്സായതുപോലെ. ഇപ്പൊ എന്റെ കുഞ്ഞ് ആരുമായിട്ടാ വഴക്കിട്ടേ? ഞാൻ അമ്മായിയുടെ തോളയിൽ ഒന്നിങ്ങനെ പിടിച്ച്, അതിന് ഇത്രയും പ്രശ്നമായ. ഇങ്ങനെ പോവാണെങ്കിൽ അമ്മായി എന്നെ അടുപ്പിക്കത്ത് പോലും ഇല്ല. അയ്യോ അതെ, അമ്മായി എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നപ്പം കുഞ്ഞ് ചെന്ന് തോളെ പിടിച്ചതുകൊണ്ടായിരിക്കും അമ്മായി ദേഷ്യപ്പെട്ടെ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് അതിന്റെ ഒന്നും അല്ല. പിന്നെ അമ്മായി എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട? അമ്മായി അങ്ങനെ ദേഷ്യപ്പെടുത്തൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം ഞാൻ വലുതായതാ. ആരാ പറഞ്ഞ കുഞ്ഞു വലുതായെന്ന്? കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞല്ലേ, ചക്കുടു വാവയല്ലേ ഇപ്പോഴും. ചക്കുടു വാവയാ? ചക്കുടു വാവ തന്നെയാ. എന്നാ പിന്നെ എന്നെ എടുത്ത് അവിടെ എടുത്തോ. കണ്ട കണ്ട, അമ്മൂമ്മയ്ക്ക് വയ്യ. ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പേ അമ്മൂമ്മ എടുത്തിരുത്തേനെ. അങ്ങനെയൊന്നും ഇല്ല, എന്റെ കുഞ്ഞു വലുതായിട്ടുമില്ല, അമ്മൂമ്മയ്ക്ക് വയ്യായികയില്ല. ബാ. അയ്യേ, എന്തോന്നപ്പാ, ആരടുത്തൊക്കെ താഴെ ഇട്. അതിനെയാ ഞാൻ എന്തോ ചോക്ലേറ്റും സാധനോ എടുത്ത് താഴെ ഇടാൻ? ഇതെന്തോന്ന് ചെല്ലോ അമ്മ, അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എന്റെ ഗൗരി, നീ എന്തിനാ കുഞ്ഞിനോട് വഴക്കുണ്ടാക്കുന്നത്? കുഞ്ഞാ ഇവളാ? അമ്മൂമ്മ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ കണ്ട ആരായാലും കളിയാക്കി ചിരിക്കൂലേടെ? ഗൗരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
എന്റെ കുഞ്ഞു വന്ന് നിന്റെ തോളലോടൊന്ന് പിടിച്ചപ്പോ നീ എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞേ? ഓ അതിവിടെ വന്ന് കൊടുത്തല്ലേ? കൊടുത്ത് അമ്മ സംഭവം എന്തോന്ന് അറിയണോ? ഞാൻ ശ്രീക്ക് അർജന്റായിട്ട് ഒരു മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ എന്റെ തോളി വന്ന് കയറിയത്. തോളി കയറാൻ വന്നൊന്നും അല്ല, ഞാൻ ഫോണിൽ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നൈസിന് വന്ന് കയറിയതാണ്. അയ്യേ, ഇയാളുടെ മൊബൈൽ നോക്കിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഇയാളെന്നാ എടേ നമ്മൾ സമപ്രായക്കാരായോ? ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ട് എനിക്ക് ഇയാളൊന്നും താനെന്നൊക്കെ വിളിക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോ എന്നെ ഗൗരി എടി പൊടി എന്നൊക്കെ വിളിക്കുമല്ലോ. ഇങ്ങനെ പോവാണെങ്കിൽ വിളിക്കണ്ട വരും. അമ്മ പറയണേട്ടാ അവള്. അമ്മമ്മ ഇറങ്ങി പോവാൻ പറ. ഇറങ്ങി പോവാനാ? എടാ നിന്റെ മാമനെ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. മാമൻ കല്യാണം കഴിച്ചെന്ന് പറ. എന്താ പറയാൻ പറ്റൂലേ? അമ്മ അമ്മമ്മ അമ്മ എന്റെ ഗൗരി, നീ കുറച്ചു നേരത്തെ അപ്പുറത്ത് പോ. എനിക്കിവിടെ ഒരുപാട് ജോലി കിടപ്പുണ്ട്. നീ അപ്പുറത്തോട്ട് പോ. ചെല്ലു മക്കളെ. അമ്മ പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ പോണ്. പക്ഷേ നീ ചെവി നുള്ളിക്കോ, ഇതിനുള്ളത് നിനക്കിട്ട് ഞാൻ തരും. ചുമ്മാ ഇവിടെ കിടന്ന് തള്ളാതെ എന്നാലും പോവാൻ നോക്ക്. ചെല്ലു മക്കൾ പോ പോ. ചുമ്മാ അല്ല ലച്ചു ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാത്ത. അതെ, അമ്മൂമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. അമ്മൂമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. അമ്മായി പറയുന്ന ഇതെന്തൊരു ശല്യം. കെട്ടിപ്പിടിക്കാം അമ്മൂമ്മ. ഓ ആയിക്കോട്ടെ. 1 2 3 4 5 കാക്ക വായോ വായോ. വരൂല. എന്നാ വേണ്ട, കാക്ക വരണ്ട. എന്നാ പിന്നെ പൂച്ച വായോ. 1 2 ദാ വരുന്നു. 3 4 5 പൂച്ച വായോ. വരൂല. അതെന്തൊരു കഷ്ടമാ പാറു. മക്കൾക്ക് വാരിത്തരണമെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മൂമ്മ അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ബാ എന്റെ പൊന്നുമക്കൾ വന്ന് കഴിക്കും. ബാ എൻ്റെ വീട്ടിലേക്ക്. വെള്ള പാൻറ്റാ, ഇങ്ങോട്ട് നീങ്ങിരി. ഓക്കെ. ഹലോ അമ്മമ്മ, കാക്കകൾക്ക് ഫുഡ് കൊടുക്കുന്നേ പുണ്യമാണല്ലേ? പുണ്യമാണെന്നാ പറയുന്നേ. കാക്കകളൊക്കെ പൂർവികരുടെ പ്രതിനിധികളാണെന്നാ പറയുന്നത്. കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്, കാക്കയ്ക്കെന്നല്ല എല്ലാ പക്ഷികൾക്കും ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര പുണ്യമാണ്. കാന്ന് വിളിച്ചാ വരൂ? പിന്നെ വരും. വരുന്നില്ലല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോകാം. അപ്പൊ അത് വന്ന് കഴിച്ചോളൂ. അമ്മമ്മ, ഓ കഥ പറ. ഇനി അടുത്ത കഥ. ദേവസദസ്സിലെ യോഗം നടന്നുകൊണ്ടിരിക്കുക. ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹേശ്വരനുണ്ട്. മഹേശ്വരൻ കാളയുടെ പുറത്താ വരുന്നത്. നന്ദേഷനല്ലേ? അത് തന്നെ, മിടുക്കി. അതറിഞ്ഞേ. മഹാവിഷ്ണു ഗരുഡന്റെ പുറത്ത് വന്നു. മഹാഗണപതി ആണെങ്കിലോ എലിയുടെ പുറത്തും വന്നു. യോഗത്തിലപ്പോ ഗണപതി ഉണ്ടോ? പിന്നെ ഗണപതിയുടെ അധ്യക്ഷതയിലല്ലേ യോഗം നടന്നത്. അപ്പൊ എല്ലാരും അവരുടെ വണ്ടിയിൽ വന്നു. അയ്യോ, പാപ്പം വാരി കൊടുക്കണ കുഞ്ഞിന്. എന്റെ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്താലേ പാപ്പം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ, കഥയൊന്ന് കേട്ടാലേ ഉണ്ണാറുള്ളൂ. കോവിഡ് എന്നടാ നിന്റെ കാര്യം? സമാധാനമായിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോ വന്നോണം. അമ്മമ്മ പോവാൻ പറ. ഓ, എന്നെ പറഞ്ഞു വിടണോ മാഡം? കുണുവാവേ അല്ല ചിക്കുവാവേ, ഞാൻ വരുത്തട്ടാ. അമ്മ ഏത് കഥ പറഞ്ഞു കൊടുത്തേ? അതൊക്കെ ഉണ്ട്, ഒരുപാട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. കാക്കയുടെ കഥയാണാ? കാക്കയുടെ കഥയുണ്ട്. പട്ടിയുടെ കഥ പറഞ്ഞു കൊടുത്താ? ഇല്ല. അയ്യോ, പട്ടിയുടെ കഥ പറഞ്ഞോടമ്മ, എന്നാലല്ലേ കുണുവാവ കഴിക്കൂ. അല്ലേ ചിക്കുവാവേ? സാറു അമ്മായി വരുത്തട്ടാ. കുഞ്ഞു 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 കടിക്കണ ഉറുമ്പിന്റെ കഥ പറയാം എങ്ങനെ? അമ്മായിക്ക് കഥ പറയാൻ മുട്ടി നിൽക്കുവാണെങ്കിലേ കുട്ടുമാമനെ വിളിച്ചിട്ട് പറ. അമ്മ ഇവിടെ പറയണ കേട്ടാ. എന്തൊക്കെ കേട്ടിരിക്കുന്നു, ഇനി എന്തൊക്കെ കേക്കാൻ കിടക്കുന്നു. കേക്കാൻ പോന്നേ ഉള്ളു. ഏറ്റവും കൂടുതൽ കേക്കാൻ പോകുന്നത് അമ്മായിയാ. അമ്മ പറയണ കേട്ടാ. ഇല്ല ഇല്ല, ഇനി കൊച്ചങ്ങനൊന്നും പറയത്തില്ല. മക്കളെ, ഇനി അമ്മാവിയോട് അങ്ങനൊന്നും പറയരുത് കേട്ടോ. ഇല്ല.
അതെ, കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മൂമ്മ കുറച്ച് കഴിയുമ്പം മക്കളെ വിളിക്കും കുളിക്കാൻ. അപ്പം മക്കൾ വന്ന് കുളിക്കണേ, ഇന്ന് കുളിച്ചില്ലല്ലോ. എനിക്ക് കുളിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? അമ്മൂമ്മ നല്ലപോലെ എണ്ണയൊക്കെ തേപ്പിച്ച് നല്ല വൃത്തിയായിട്ട് എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കത്തില്ലയോ? എനിക്ക് കുളിക്കണ്ട. അമ്മ ആ പാളേക്കെടുത്ത് കുളിപ്പീര്. ബാലകൂപാലനെ എണ്ണ തേപ്പിക്കുമ്പോ ഇതൊക്കെ പാടിക്കോടം വാങ്ങ്. കുഞ്ഞു വന്നേക്കണം. അമ്മായി എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്നെ കൊച്ചിലേ മഞ്ഞൾ തേച്ചാ കുളിപ്പിച്ചേ. ഓഹോ, ആരാണാവോ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിച്ച്? അമ്മൂമ്മയും അമ്മയും ലച്ചേച്ചിയും ഒക്കെ. ഓഹോ, തനിക്കത് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടോന്ന് വെച്ചാ പറഞ്ഞേട്ട ഓർമ്മയുണ്ട്. അയ്യേ, പറഞ്ഞേട്ട ഓർമ്മയിലാണ് ഇത്ര ഷോ അടിക്കണേ. ചുമ്മാ കിടന്ന് തള്ളാതെ പാറു. എന്ത് നോക്കണം? അമ്മായി ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടോ? ഓ, കുളിക്കാതാണല്ലോ ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ അതല്ല ചോദിച്ചേ, അമ്മായി ആരെങ്കിലും ചെറുപ്പത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടോന്ന്. ഉണ്ടാവും അല്ലേ? ഇത് പറഞ്ഞേട്ട അറിവല്ലേ? പണ്ടേ അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത അമ്മായി ആര് കുളിപ്പിക്കാനാ? ഇങ്ങനെയൊക്കെയാന്ന് അമ്മാവിയോട് പറയുന്നേ. ഗൗരി, എന്താ അമ്മ? വാ മക്കളെ. ഇല്ലമ്മ, എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്. വാ എന്റെ മക്കളിങ്ങി വാ. അമ്മയല്ലേ വിളിക്കുന്നത്, ഇങ്ങ് വാ. എന്താക്കളെ പെട്ടെന്ന് മുഖം അങ്ങ് മാറിയല്ലോ? ഒന്നുമില്ല അമ്മ. എന്തോ കാര്യം പറ. ഒന്നുമില്ല. സോറി അമ്മായി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഓ, ഞാനിത് മനസ്സിലൊന്നും വെക്കാൻ പോണില്ല. പക്ഷെ കുണുവായവയ്ക്കുള്ളത് ഞാൻ തന്നോളാം, കഴിക്ക്. പറു, തമാശയൊക്കെ തമാശയാ. അമ്മാവി അടുത്ത് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനൊന്നും പറയരുത് കേട്ടോ. പറഞ്ഞു കേട്ടോ. ആ. കണ്ടോ, ഇടയായിട്ട് തലയിൽ എണ്ണ തേക്കാതെ തല മൊത്തം ജട കെട്ടി. അമ്മൂമ്മേ, ആ ചുമ്മാ കള്ളം പറയല്ലേ, ജടയൊന്നും കെട്ടിയില്ല. അല്ല, ജട കെട്ടിയില്ല, ഇങ്ങനെയാണെങ്കിൽ കെട്ടും. അമ്മമ്മ, ആ നല്ലൊരു പാള ഇട്ടായിരുന്നെങ്കിലേ അതിനകത്ത് കിടന്നിട്ട് കുളിക്കായിരുന്നു. അയ്യോ, എന്താന്നാ ഒരു പാള ഇട്ടിരുന്നെങ്കിൽ അതിനകത്ത് കിടന്ന് കുളിക്കായിരുന്നോ? ഞാൻ പാള കിടക്കും, അമ്മൂമ്മ എന്നെ കുളിപ്പിക്കും. ആഹാ, കൊള്ളാലോ. കയ്യിൽ കിട്ടിയേ. ഇപ്പൊ ഞാൻ കൊച്ചു കുട്ടിയല്ലേ? പിന്നെ കൊച്ചു കുട്ടിയല്ലേ. അമ്മൂമ്മ ദേഹം മുഴുക്ക എണ്ണ എല്ലാം തേച്ച് തരും. എന്നിട്ട് മക്കള് പോയി കുളിച്ചോണം കേട്ടോ. അമ്മൂമ്മ എന്നെ കുളിപ്പിക്കും, ഞാൻ കുളിക്കത്തില്ല. അയ്യോ, അമ്മൂമ്മയ്ക്ക് അടുക്കള ഒരുപാട് ജോലി ഇല്ലയോ? ഞാൻ കൊച്ചു കുട്ടിയല്ലേ? കൊച്ചു കുട്ടിയൊക്കെ തന്നെ, എന്നാലും ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതി. അത് വരത്തില്ല, അമ്മനെ ഇവിടെ എടുത്ത് കുളിപ്പിച്ചാൽ മതി. അയ്യോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇവിടെ എടുത്ത് കുളിപ്പിച്ചാ മതി അമ്മൂമ്മ. ഞാൻ കുളിപ്പിച്ചാ മതിയാ പാറു? അത് പറ്റത്തില്ല, അമ്മ എന്നെ കുളിപ്പിക്കണ്ട. പക്ഷെ അങ്ങനെ പറയാതെ. കുഞ്ഞിലെ എനിക്ക് നിന്നെ കുളിപ്പിക്കാനുള്ള അവസരം കിട്ടില്ലല്ലോ. ഈ ചാൻസ് എങ്കിലും എനിക്ക് താ. അമ്മൂമ്മ, ഈ അമ്മായി അലമ്പുണ്ടാക്കാൻ വന്നേക്കുക. പറഞ്ഞു വിട്ടു അമ്മൂമ്മ. അവിടെ നിന്നോട്ട്. അമ്മൂമ്മ, എന്നെ സോപ്പ് വെച്ച് കുളിപ്പിക്കേ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. കൊച്ചുങ്ങളാവുമ്പോ കുറച്ച് നിർബന്ധമൊക്കെ പിടിക്കും. കൊച്ചുങ്ങളാവുമ്പോ നിർബന്ധം പിടിക്കുവോ? എന്നാ അമ്മൂമ്മ ഇപ്പൊ വരാം. ഒന്നാമത് എനിക്ക് സമയമില്ല, ഇപ്പൊ വരാം. ഞാൻ തേച്ച് കുളിപ്പിച്ചാ മതിയാ? തൊണ്ടൊക്കെ തേച്ച് ഞാനേ കുളിപ്പിക്കണ പോലെ. എനിക്ക് തൊണ്ട വെച്ച് കുളിക്കണ്ട. ഓ ശരി, അമ്മൂമ്മ എന്നെ കുളിപ്പിച്ചോളൂ. ഓ ആയിക്കോട്ടെ. മാറ്. ഞാനേ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാൻ പോയതാ. ഒന്നാമത് സമയമില്ല. തേച്ച് പിടിപ്പീരമ്മ, അവള് കുളിക്കട്ട്. അമ്മൂമ്മ കാലിൽ തേച്ചില്ല. ഓ, തേക്കോ ഇല്ലയോ? തേച്ച് പിടിപ്പിച്ചോടമ്മ. ഗൗരിയമ്മായി, ഓ നോക്കിക്കൊണ്ടിരിക്കാതെ പോയി വെള്ളം നിറക്കി. ഇപ്പൊ വരാം. മാറ്, ഞാൻ വെച്ചോളാം. അനീത്തിയുടെ നീരാട്ട് കണ്ടോ? എന്താണടേ ഇത്? അയ്യേ അയ്യേ. അമ്മൂമ്മ കണ്ട കൂന്ന്. എന്തിനാ പിള്ളേരെ കൂവുന്നേ? ഇവിടെ കൂവാൻ മാത്രം ഇവിടെ എന്തോ നടക്കുന്നു? അല്ല, വല്ലപ്പോഴും കാണുന്ന കാഴ്ചയല്ലേ, ഊവി പോയതാണ്. അമ്മൂമ്മ, ഓ സോപ്പേക്ക്. ഓ തേക്കാം. അമ്മമ്മ, സോപ്പ് ഞങ്ങള് തേച്ചോളാം അല്ലേ അമ്മായി? ആ അതെ, നമ്മൾ തേച്ചോളാം. ആ
ആണ്ടെ ചേച്ചി നന്നായിട്ട് സോപ്പ് തേച്ച് കുളിപ്പിക്കും. ചേച്ചി കുളിച്ചരച്ച് കയ്യിലങ്ങ് തരും. അമ്മായി എന്തോ സോപ്പ് ഉണ്ടോ നോക്കിക്കേ. ഓ നോക്കാം. എന്നെ കുളിപ്പിക്കേ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അയ്യോ അടിയൻ അമ്മായി വേഗം വരും. ഓ എടേ ഷാമ്പൂ കിട്ടിയിട്ടുണ്ട് കുളിപ്പിക്കാൻ. ഞങ്ങള് നന്നായിട്ട് കുളിപ്പിച്ച് തരുന്നുണ്ട്. അമ്മൂമ്മ ചെല്ലും. അമ്മൂമ്മയ്ക്ക് അടുക്കള ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. ചേച്ചി കുളിപ്പിക്കും. ചെന്ന് ചെന്ന് കുളിപ്പിക്കാം അല്ലേ ശിവ? കുളിക്കുമല്ലേ പാറു? ആദ്യം വെള്ളം ഒഴിക്കും. നിങ്ങൾ മാറി ഒഴിച്ചാ തമ്പ്രാട്ടി പറയണ പോലെ. അതെ. നീ തമ്പ്രാട്ടിയുടെ നീരാട്ടിന് ഒരു ഭംഗം വരണ്ട. വരേ വേണ്ട. അമ്മേ ശിവ ശിവ. അമ്മ കഞ്ഞി ഒഴി ഞാൻ ഒഴിക്കാം. ഓക്കേ ഒഴിക്കട്ടെ? അന്നാ പിടിച്ചോ. ഇനി ഞാൻ ഒഴിക്കാം. ഓ സോപ്പ് ആ നല്ല പതപ്പിച്ചങ്ങ് തേക്കാം അമ്മായി. പതപ്പിച്ചെന്നെ തേക്കാം. കുഞ്ഞല്ലേ കുളിപ്പിക്കണ്ടേ? പിന്നെ പാട്ടൊക്കെ പാടണ പാറു? ഈ ഉണ്ണിക്കാൽ വളരെ അത് വേണം. അതല്ല ഓലത്തുമ്പ. എന്നാ പിന്നെ ഇനി പാടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. നീ അപ്പുറത്തേക്ക് ഞാൻ താ ഇങ്ങോട്ട്. കണ്ണി വീഴുന്ന അമ്മായി. കണ്ണിലൊന്നും വീഴൂല. മുഖം വേണ്ടേ? പിന്നെ മുഖത്ത് തേക്കണ്ടേ? നമുക്ക് ഷാമ്പു തേക്കണ്ടേ? ആദ്യം തന്നെ നമുക്ക് മുഖത്ത് തേക്കാം. കുറച്ച് ഷാമ്പു ചെയ്യാം. കണ്ണടച്ചേ മോനെ. അമ്മേ എന്റെ കണ്ണ്. നന്നായിട്ട് തേച്ചോട്. ഒരച്ചെടുക്കട്ടങ്ങ്. എങ്ങനെയുണ്ട് പാറു? നല്ല സുഖമുണ്ട്. ആണോ? ആണോ? ഇപ്പോഴോ? കണ്ണ് നേർന്ന് ശിവ ചേച്ചി വെള്ളം ഒഴിക്കേ. ഒഴിക്കേ അമ്മായി ഒഴിക്കേ. എന്താ എന്താ കണ്ണ് നേർന്ന് അവര് മുങ്ങി. വരട്ടെ. കൊച്ചിനെ സോപ്പ് തേച്ച് കുളിപ്പിക്കാന്നും പറഞ്ഞിട്ട് നിക്കോക്കളെ മുഖം കഴുകി തരാം. കണ്ണ് നീർന്നോ? അമ്മൂമ്മ അവരെന്നെ ചതിച്ച്. ഞാൻ പറഞ്ഞതാണോ ബാത്റൂമിൽ പോയി കുളിക്കാൻ? കാണിച്ചേ. കുഞ്ഞിനെ അമ്മൂമ്മ നല്ല സുന്ദരിയാക്കിയിട്ട് ഒരുക്കുമല്ലോ. അമ്മൂമ്മ ഓ എനിക്ക് ഇവിടെ വലിയ പൊട്ടുന്ന. ഓ ഇട്ട് തരാം. ആദ്യം പിരികൊക്കെ എഴുതട്ടെ. രണ്ടും കൂടെ വന്ന് ചിരിക്കുന്ന കണ്ടില്ലയോ? എന്റെ കുഞ്ഞിന് സോപ്പ് പതയും ഷാമ്പു ഒക്കെ തേച്ച് പതപ്പിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ മുങ്ങിക്കളഞ്ഞല്ലയോ? ആര് മുങ്ങിക്കളഞ്ഞെന്ന്? അമ്മ അവളാണ് നമ്മളടുത്ത് പറഞ്ഞേ നിങ്ങൾ പൊക്കോ ഞാൻ സ്വന്തമായിട്ട് കുളിച്ചോളാന്ന് അല്ലേ? ഞാനപ്പോ പറഞ്ഞ് തന്നെ നീ തന്നെ പറഞ്ഞത്. അമ്മൂമ്മ ഞാൻ പറഞ്ഞില്ല. അത് സോപ്പ് തലേ വീണോണ്ട് മറന്നു പോയതായിരിക്കും. പിന്നെ അമ്മുമ്മ അത്രയ്ക്കും സോപ്പൊന്നും കണ്ണി പോയിട്ടൊന്നുമില്ല. അകപ്പാട് ഇച്ചിരി പോയി. അതിനാണ് അത്രയും കിടന്ന് നിലവിളിച്ചത്. നമ്മൾ തന്നെ പേടിച്ചു അല്ലേ മായി? ഇച്ചിരി ഒന്നും അല്ല. ഞാൻ ചെന്നപ്പോ ആണെങ്കിൽ കുഞ്ഞു സോപ്പ് പതക്കകത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു. എന്തായാലും കൊറേ നാളിന് ശേഷം സോപ്പൊക്കെ തേച്ച് കുളിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. നിങ്ങളെനിക്ക് പണി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ അതെ, സംസാരിച്ചോണ്ടിരുന്നാലേ ശരിയാവത്തില്ല. അമ്മൂമ്മയ്ക്ക് അടുക്കള ഒരുപാട് പണിയുണ്ട്. മീൻകറിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ചോറ് തരാം. ഇന്ന് എൻ്റെ പാറുമോള് നന്നായിട്ട് ചോറ് കഴിക്കണേ. അമ്മൂമ്മ വാർത്തത് കൊറേ ചോറ് കഴിക്കാം. വാരിത്തരാം. അമ്മ വാരിത്തരണ എന്തിന്? വേണമെങ്കിൽ ഞാൻ വാരിത്തരാൻ പാറു. നല്ല ചോറും ഉമ്മുമ്മയൊക്കെ വെച്ച് ഉരുട്ടി ഉരുട്ടി ഞങ്ങൾ വാരിത്തരാം. അയ്യോ ഇനിയിപ്പൊ എന്തൊരു വേണം? കുളിച്ച് സുന്ദരിയാക്കി അമ്മായി ചോറ് ഉമ്മിക്കറൊക്കെ വായി വെച്ചൊരു സന്തോഷായില്ലേ കുഞ്ഞിന്? എനിക്കാരും വാർത്തരണ്ട. അമ്മൂമ്മ എനിക്ക് വാർത്തന്നാ മതി. അല്ലേ കൊച്ചിന്റെ ജാട നോക്കണം. പാറുവിന് അത്ര വലിയ ജാടയൊന്നും ഇല്ല. അല്ല അമ്മ എന്തോന്നത് കരിയും പൊട്ടൊക്കെ ഒരുക്കണ? കുഞ്ഞിനെ ഞാൻ ഒരുക്കി കൊടുക്കുന്നു. അമ്മമ്മ
ഇനി ഞങ്ങൾ ഒരുക്കിക്കോളാം. നിങ്ങൾ എന്നെ ഒരുക്കണ്ട, അമ്മൂമ്മ എന്നെ ഒരുക്കാൻ മതി. ഷേ അങ്ങനെ പറയാതെ. എടാ നിന്റെ ചേച്ചിയുടെ ഫാഷൻ സെൻസ് എന്താണെന്ന് നിനക്ക് അറിയോ? അവൾ ഒരുക്കി തന്നാ നീ രാജകുമാരി പോലെ ഇരിക്കും. അതൊന്നും വേണ്ട, അമ്മൂമ്മ ഒരുക്കാൻ മതി. ആ എന്റെ കുഞ്ഞ് ഒരുങ്ങിയ സുന്ദരി തന്നെ. എന്റെ കുഞ്ഞിന്റെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ എന്തൊരു ഭംഗിയാ കാണാന്. നല്ല ഷെയ്പ്പത്തെ മുഖമല്ലേ എന്റെ കുഞ്ഞിന്റെ. അയ്യോ തന്നടേ തുന്തരി തന്നടേ ഇയാള്. അമ്മൂമ്മ ഇവര് പറയുന്ന ഒന്നും കേക്കണ്ട. എന്റെ അടുത്ത് ഇവർക്ക് അസൂയ. അയ്യോ എന്തോ കണ്ടിട്ടാ തന്നോട് നമുക്ക് അസൂയ. ഞാൻ സുന്ദരിയായി പോയി. തന്നടേ സമ്മതിച്ച്, നീ സുന്ദരി തന്നെ. പാറുന്റെ കണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ എന്റെ കുഞ്ഞിന്റെ മൂക്ക് കൊള്ളത്തില്ല? നല്ല തത്തമ്മച്ചുണ്ട് പോലുള്ള മൂക്ക്. തന്നെ താത്തമ്മ കൊത്താൻ നിൽക്കുന്ന പോലത്തെ മൂക്കാണ്. മൊത്തത്തിലൊരു ദന്തകുന്തള ശോഭയൊക്കെ ഉണ്ട്. ദന്തം പുഴു എടുത്തു, പിന്നെ കുന്തള ശോഭ കാണും ചിലപ്പോ. ഇതെന്തോന്ന് വെച്ചാൽ തോത്തും പല്ല് നിനക്ക് പുഴുപ്പല്ലല്ലേ? ഞാൻ പല്ലിയേക്കുമല്ല, എന്റെ പുഴുപ്പല്ലൊന്നും അല്ല, 2 ബാക്കിയുണ്ട്. എവിടെ തന്നെ ഇനിയിപ്പോ തേച്ച് വരച്ചെടുക്കണം ഇതിനൊക്കെ. അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. അമ്മൂമ്മ പൗഡർ ഇട്. ഓ അമ്മ മീൻകറി ഞാൻ നോക്കണോ? വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഓ എന്നാ പിന്നെ അമ്മ അങ്ങോട്ട് ചെല്ല്, ഞങ്ങൾ ഒരുക്കാം അല്ലേ ശിവ? അതെ, സമയം വൈകിയില്ലേ, മീൻകറി ആയില്ലെങ്കിൽ ഊണൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. പാറുമോനെ എന്താ വേണ്ടേ? ഞാനൊരുക്കിയ പഴയ സ്റ്റൈലാവും, ഇവരൊരുക്കിയ പുതിയ സ്റ്റൈലാവും. എന്താ വേണ്ട തീരുമാനിച്ചോ? എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് എന്നെ ഒരുക്കാൻ ഒരു ചാൻസ് അങ്ങ് കൊടുക്കാം. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പിടിച്ചേ. അയ്യോ, എമ്മേ. കുഴപ്പമില്ല. അതെ, എന്റെ കുഞ്ഞിന് കണ്ണ് കിട്ടാതിരിക്കാൻ 2 ചെള്ളയ്ക്കും 2 വലിയ കുത്തിട്ട് കൊടുക്കണം. ഓ ആ വേറെ എവിടെയും വേണോ? വേണ്ട. അപ്പൊ പിന്നെ ഐശ്വര്യായിട്ട് തുടങ്ങാം അല്ലേ? 2 ചെള്ള. ഓക്കെ നോക്കട്ടെ. ഓ സുന്ദരി എന്നല്ലേ പാറു? പാറു ഏത് സ്റ്റൈല് മേക്ക് ഓവർ ആണ് പാറുവിന് ആവശ്യം? ഏത് നടിമാരെ പോലെ വേണം? നയൻതാരെ പോലെ വേണോ? കൃഷിയെ പോലെ വേണോ? അത് മമിതാ ബൈജുനെ പോലെ വേണോ? അനശ്വര രാജനുണ്ട്, സാനിയപ്പനുണ്ട്, അനന്യ പാണ്ഡെ ഉണ്ട്, നിതാൻഷി ഗോയൽ ഉണ്ട്. ആര് വേണം? നീണ്ട ലിസ്റ്റായി പോയി ആണല്ലേ കുറച്ച്. മക്കൾക്ക് അറിയാവുന്ന ആരുടെങ്കിലും പേര് പറ, അതുപോലെ ആക്കി തരാം. ആരെ പോലെ വേണം? നയൻതാരെ പോലെ മതിയാ? ഓ നയൻതാരെ പോലെ മതി. നയൻതാര മതി അല്ലേ? കുറച്ച് ഇവിടെയും നമ്മൾ ഇട്ട് തന്നിരിക്കും. നയൻതാരക്ക് ഇവിടെ ഒരു കുത്തില്ലേ? മുഖക്കൊന്ന് തുടക്കാം അല്ലേ നമുക്ക് ആദ്യം? അമ്മൂമ്മ ഇട്ടയാ? ആണോ? അത് കുഴപ്പമില്ല. അമ്മൂമ്മ അതെ, ഇത് നയൻതാര. കണ്ണടച്ചോ. നിക്കമ്മായി, ഞാനൊരു നല്ല ഐഡിയ ട്രൈ ചെയ്യാം. കണ്ണടച്ച മക്കള്. നീ കുറച്ച് കരി ഈ പിരികത്തിന് കട്ടി പോരല്ലേ? പിരികത്തില് ഞാൻ പിടിക്കാം, കണ്ണിൽ അമ്മായി പിടിവില്ലേ? ആ ഓക്കെ. ഇങ്ങനെ വില്ല് പോലെ വേണ്ട മോനെ പിരിക്കും. നയൻതാര പോലെ. നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പുറത്തെ കവള് പിടി, ഞാൻ അപ്പുറത്തെ കവള് പിടി. ഓ പിന്നില്ലേ, അടിപൊളി. അയ്യോ നയൻതാരയുടെ മറകങ്ങ് പതിഞ്ഞില്ല കേട്ടാ മക്കളെ. ചുണ്ട് കാണിച്ചേ. സുന്ദരിയായിട്ടുണ്ടാ? നേരത്തെ തന്നെ കാണു സുന്ദരി അല്ലേ? നയൻതാര എഴിച്ച് മാറി നിൽക്കും. എന്നാ പിന്നെ ഞാൻ പോയി കണ്ണാടി നോക്കട്ടെ. അങ്ങനെ നോക്കരുത്, നമ്മള് കൈ കഴിയിട്ട് വരട്ടെ, ഒരുമിച്ച് ആസ്വദിക്കാം. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ടോ. ഓ ശരി, പോയിട്ട് വരാം. ശരി എന്നാ പോയിട്ട് വരാമേ കേട്ടാ. അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അയ്യോ ഇതാരാ? അമ്മൂമ്മേ, അമ്മൂമ്മേ. എന്താ എന്താ? യ്യോ, യ്യോ. യ്യോ, ഇതാരാ? പാറൂടെ? ഞാനാ. ഇതാരാ ഇങ്ങനെ കാണിച്ചു വെച്ചേ? മരുമോളും കൊച്ചുമോളും മേക്കപ്പ് ചെയ്തതാ. ശിവ, ഗൗരി.
അമ്മൂമ്മ ഇതെന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് നമ്മള് മേക്കപ്പ് ചെയ്ത് ജസ്റ്റ് സ്റ്റൈൽ ചെയ്തെടുത്താണ് അമ്മ. ഇങ്ങനെയാണോ സ്റ്റൈൽ ചെയ്തെടുക്കുന്നേ? കാണാൻ നല്ല ഭംഗിയില്ലേ, നോക്കി. ഒരെണ്ണം വെച്ചെന്നാണ്ടല്ലോ ഏട്ടാ. പക്ഷെ എന്തൊക്കെ ചെയ്താലും പാറുവിന്റെ മുഖത്ത് ആ ക്യൂട്ട്നെസ് അതിന് ഒരു കുറവുമില്ല. ആണാ? ആ മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.